ഇതുവരെ ഉണ്ടാക്കിയ മൂവി നമുക്ക് എങ്ങനെ റെൻഡർ ചെയ്തൊരു AVA ഫയൽ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനെ നമ്മൾ ഇതുവരെ ഒരു 3 സെക്കൻഡ് ആനിമേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 സെക്കൻഡ് വരെ ഉള്ള ഫയൽ നമുക്ക് റെൻഡർ ചെയ്യാനായി ആദ്യം വർക്ക് ഏരിയ ഒന്ന് കുറച്ച് വയ്ക്കുക. ഇതിൽ പിടിച്ച് സൈഡിലോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഏരിയ, അതായത് മൊത്തം കോമ്പോസിഷൻ റെൻഡർ ചെയ്യാതെ നമുക്ക് കുറച്ച് ഏരിയ മാത്രം റെൻഡർ ചെയ്ത് നമ്മൾ വർക്ക് ചെയ്ത ഭാഗം മാത്രം റെൻഡർ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഈ വർക്ക് ഏരിയ 3 സെക്കൻഡിൽ കൊണ്ട് വെച്ചു. അതിനുശേഷം കോമ്പോസിഷനിൽ പോയി മേക്ക് മൂവി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ റെൻഡർ ക്യൂ എന്ന് പറയുന്ന ഒരു പുതിയ വിൻഡോ അവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. അവിടെ എങ്ങനെയാണ് ഫയൽ റെൻഡർ ചെയ്യാൻ പോകുന്നതിൻ്റെ സെറ്റിങ്സ് ആണ് ഇവിടെ ചോദിക്കുന്നത്. അതിവിടെ കറണ്ട് സെറ്റിങ്സ് എന്നാണ് കിടക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്വാളിറ്റി, ഏത് ക്വാളിറ്റിയിൽ ഔട്ട്പുട്ട് വരണം, നമുക്ക് വേണ്ട ക്വാളിറ്റി ഏതെന്ന് പറഞ്ഞാൽ കൊടുക്കുക, റെസൊല്യൂഷൻ കൊടുക്കുക. ഇവിടെ നമുക്ക് വർക്ക് ഏരിയ മാത്രമേ റെൻഡർ ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് കാണാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ കോമ്പോസിഷൻ റെൻഡർ ചെയ്യാം. ഞാനിവിടെ വർക്ക് ഏരിയ മാത്രം റെൻഡർ ചെയ്യുന്നു. അത് ഏത് മുതൽ ഏത് വരെയുള്ള ടൈമാണെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ശ്രദ്ധിക്കാം. അതിനുശേഷം ഓക്കെ കൊടുത്തു. അതിനുശേഷം രണ്ടാമത് ഔട്ട്പുട്ട് മോഡ്യൂൾ അവിടെ ലോസ്ലെസ് എന്നാണ് കിടക്കുന്നത്. അത് ഓപ്പൺ ചെയ്യുക. അവിടെ നമുക്ക് ഏത് ഫോർമാറ്റിലാണ് നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് വേണ്ടത്. നമുക്കിപ്പോൾ ക്വിക്ക് ടൈം വീഡിയോ ഫോർ വിൻഡോ ആണ് നമ്മളിവിടെ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്വിക്ക് ടൈം മൂവിയോ ടാർഗ സീക്വൻസോ വേറെ ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാം. ഞാനിവിടെ വീഡിയോ ഫോർ വിൻഡോസ് തന്നെ കൊടുത്തു. പിന്നെ ഏത് ഫോർമാറ്റ് കംപ്രഷൻ AVA കൊടുത്തതുകൊണ്ട് അതിൻ്റെ കംപ്രഷൻ ഏതാണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇവിടെ ഫോർമാറ്റ് ഓപ്ഷൻസിനകത്ത് നമുക്ക് ഏത് കംപ്രഷനാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ കൊടുക്കും. ഞാനിവിടെ സിനിപ്പെക്ക് കൊടുത്തു, ഓക്കെ കൊടുത്തു. നമുക്കിത് വേറൊരു സൈസിലാണ് നമുക്ക് റെൻഡർ ആവേണ്ടത്. ഞാനിവിടെ ഉണ്ടാക്കിയ മൂവി 320 240 ആണ്. നമുക്ക് അതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും സൈസിൽ ഔട്ട്പുട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഏത് സൈസിലാണ് ഔട്ട്പുട്ട് വേണ്ടതെന്ന് അവിടെ കൊടുക്കാം. ഞാനിവിടെ പഴയ സെറ്റിംഗ് തന്നെ മതിയെന്നുള്ളതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല. അതിനുശേഷം ഓക്കെ കൊടുത്തു. ഇത്രയും കൊടുത്തു കഴിഞ്ഞ ശേഷം റെൻഡർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ നമ്മുടെ മുന്നിൽ റെൻഡറായി വരും. വലിയ കോമ്പോസിഷനാണെങ്കിൽ അധികം ടൈം എടുക്കും ഫയൽ റെൻഡർ ചെയ്യാൻ. ഇപ്പോൾ നമ്മളുണ്ടാക്കിയ ഫയൽ ഒരു ചെറിയ ഫയൽ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് റെൻഡർ ചെയ്ത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വരും. ആഫ്റ്റർ എഫക്ട്സിനുള്ളിൽ തന്നെ നമുക്ക് ഇമേജുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഞാനിവിടെ ലോഗോ എന്നുള്ള ലെയറിൽ നമുക്ക് ആനിമൽ എന്നുള്ള വാക്ക് എടുത്ത് കളഞ്ഞിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായി ലോഗോ എന്നുള്ള ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലോഗോ എന്ന ലെയർ ഓപ്പൺ ആകുമ്പോൾ നമുക്കിവിടെ ടൂളുകൾ, നേരത്തെ ഈ ടൂളുകളൊന്നും വിസിബിൾ അല്ലായിരുന്നു. നമുക്കിവിടെ ഇറേസർ, ക്ലോൺ ടൂൾ, ബ്രഷ് ടൂൾ, പെൻ ടൂൾ, മാസ്ക്, ഹാൻഡ്, സൂം ഇവയെല്ലാം കാണാവുന്നതാണ്. ഇതിൽ നമുക്ക് ഇറേസർ എടുത്തിട്ട് നമുക്കിവിടെ ബ്രഷിൻ്റെ സൈസ് ഉണ്ട്. ഏത് സൈസിലാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രഷിൻ്റെ സൈസിൽ നമുക്ക് വളരെ മനോഹരമായി മറ്റൊരു ഇമേജ് എഡിറ്ററിൽ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മായ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ക്ലോൺ ടൂളുണ്ട്. ക്ലോൺ ടൂളിനകത്തും സാമ്പിൾ പോയിൻ്റ് എടുത്ത ശേഷം നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്കിതിനെ സാമ്പിൾ എടുത്ത് വെക്കാവുന്നതാണ്. അതിനായി ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് സാമ്പിൾ എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു ക്ലോൺഡ് ഇമേജ്, ഫോട്ടോഷോപ്പിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു ക്ലോൺഡ് ഇമേജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഇമേജ് എഡിറ്റർ ഓപ്പൺ ചെയ്തപ്പോൾ ഒരു പുതിയൊരു കോമ്പോസിഷൻ പോലുള്ളൊരു വിൻഡോയിലാണ് ഇത് ഓപ്പൺ ആയത്. നമുക്ക് ആ ലെയർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ നമ്മുടെ കോമ്പോസിഷനുള്ളിൽ നമുക്ക് നമ്മൾ ഈ ചെയ്ത ചേഞ്ച് നമുക്ക് കാണാവുന്നതാണ്. ആനിമൽ എന്ന് പറഞ്ഞാൽ വാക്ക് പോയിട്ട് അതിന് പകരം 2 ലിസാർഡിൻ്റെ 2 സിമ്പലുകൾ നമ്മൾ ക്ലോൺ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി എങ്ങനെയാണ് മാസ്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി നേരത്തെ ഉണ്ടാക്കിയതുപോലെ ഒരു വേറൊരു കോമ്പോസിഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിനുള്ളിൽ എങ്ങനെ ഒരു മാസ്ക് അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. അതിനായി പുറത്തുനിന്ന് 2 ഫയലുകൾ ഞാൻ വലിക്കുന്നു. ഇവ ഉപയോഗിച്ച് നമുക്ക് മാസ്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു ലെയർ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു ലെയർ മാറ്റിയിട്ടു. അതിന് മുകളിലായി വേറെ ലെയറും, നേരത്തെ ചെയ്തതുപോലെ തന്നെ വേറെ ലെയറും എടുത്തിട്ടു. അതിനുശേഷം നമുക്കിവിടെ 2 തരത്തിൽ 2 ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് മാസ്ക് ചെയ്യാം. ഒന്ന് റെക്റ്റാങ്കുലർ ടൂളും എലിപ്റ്റിക്കൽ ടൂളും, പിന്നെ അല്ലാതെ പെൻ ടൂൾ എന്ന് പറഞ്ഞ് വേറെ ടൂളുണ്ട്. റെക്റ്റാങ്കുലർ ടൂളും എലിപ്റ്റിക്കൽ ടൂളും ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഷേപ്പിൽ, ഒന്ന് റെക്റ്റാങ്കുലറോ സ്ക്വയറോ ഷേപ്പിലോ അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിലോ എലിപ്റ്റിക്കൽ ഷേപ്പിലോ ഉള്ള മാസ്കുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെൻ ടൂൾ ഉപയോഗിച്ച് ഏത് ഷേപ്പിലുള്ള മാസ്ക് വേണമെങ്കിൽ നമുക്ക് പെൻ ടൂൾ ഉപയോഗിച്ച് ഉണ്ടാക്കാം. മാസ്ക് ഉണ്ടാക്കുവാനായി ആദ്യം റെക്റ്റാങ്കുലർ മാസ്ക് ടൂൾ എടുത്ത ശേഷം നമുക്ക് ഏത് ഭാഗമാണോ മാസ്ക് ചെയ്യേണ്ടത് ആ ഭാഗത്ത് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് വരയ്ക്കുക. ഇപ്പം നമ്മൾ ഈ ഏരിയ മാത്രം കാണുന്ന വിധത്തിൽ, ബാക്കിയുള്ള ഭാഗങ്ങൾ ട്രാൻസ്പെറൻ്റ് ആകുന്ന വിധത്തിൽ നമ്മളൊരു മാസ്ക് അപ്ലൈ ചെയ്തിരിക്കുകയാണ്.
ഈ മഞ്ഞ ലൈനാണ് മാസ്കിൻ്റെ ഔട്ട്ലൈൻ. നമുക്ക് ഈ ഔട്ട്ലൈൻ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് എടുത്ത് മാറ്റാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, ലെയർ മാറുന്നില്ല, മാസ്ക് മാത്രമേ ഞാൻ എടുത്ത് മാറ്റുന്നുള്ളൂ. ഇങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു മാസ്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇതിന് ശേഷം മാസ്കിൻ്റെ സെറ്റിങ്സും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനായി മാസ്കിൽ കൊണ്ടുവച്ച ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാസ്കിൻ്റെ ഫെദർ എത്ര വേണം എന്നുള്ളത് കൊടുക്കാം. ഇപ്പം നമ്മൾ 20 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് കാണാം എഡ്ജ് ഒരു ഫെദർ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അതല്ല നമുക്ക് ഷേപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോർണറിൽ ഒക്കെ പിടിച്ച് ചെയ്യോ, ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഷേപ്പിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയോ, അല്ലാതെ ഒരു കോർണർ മാത്രം പിടിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ കോർണർ മാത്രം സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മാസ്കിൻ്റെ ചേഞ്ചും വരുന്നതാണ്. അതുകൂടാതെ തന്നെ മാസ്കിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ്കിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒപ്പാസിറ്റിയിൽ മാത്രമേ മാസ്ക് വിസിബിൾ ആവുകയുള്ളൂ. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് മാസ്കിൻ്റെ പ്രോപ്പർട്ടീസും നമുക്ക് ആനിമേറ്റ് ചെയ്യാവുന്നതാണ്. അതിനായി ഈ ലെയർ ഓപ്പൺ ചെയ്യുക. നേരത്തെ നമ്മൾ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാസ്ക് എന്ന് പറഞ്ഞ വേറൊരു ഇതും കൂടെ ആഡ് ആയിട്ടുണ്ട്. അതിൽ മാസ്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ മാസ്ക് 1 എന്ന് പറയുന്ന മാസ്ക് ആണ് ഇതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനി രണ്ടാമതൊരു മാസ്ക് ഉണ്ടാക്കിയാൽ ഇവിടെ മാസ്ക് 2 എന്ന് പറഞ്ഞ് വരും. അതിൽ മാസ്ക് 1ൻ്റെ പ്രോപ്പർട്ടി നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിനെ മാസ്ക് 1 ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കണ്ട അതേ പ്രോപ്പർട്ടീസ്, ഫെദർ, ഒപ്പാസിറ്റി, എക്സ്പാൻഷൻ, അതേ പ്രോപ്പർട്ടീസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് അതിന് കീ ഫ്രെയിമുകൾ ആഡ് ചെയ്യാം. അതിനായി ആദ്യം ഫസ്റ്റ് ഫ്രെയിമിൽ ഞാൻ ഒപ്പാസിറ്റി 100% ആക്കി, എങ്കിൽ മാത്രമേ ക്ലിയർ ആയിട്ട് വിസിബിൾ ആവുകയുള്ളതുകൊണ്ട് മാസ്കിൻ്റെ ഷേപ്പ് ഞാൻ മാറ്റാൻ പോവുകയാണ്. ആദ്യം ഫസ്റ്റ് കൊണ്ടുവന്നിട്ട് ഒരു കീ ഫ്രെയിം കൊടുത്തു. അതിനുശേഷം എവിടെയാണോ അടുത്ത കീ ഫ്രെയിം വേണ്ടത് അവിടോട്ട് കൊണ്ടുവച്ച ശേഷം മാസ്ക് വേറൊരു ഷേപ്പിലേക്ക് ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് നമുക്ക് പ്ലേ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാസ്ക് ആനിമേറ്റ് ആവുന്നത് കാണാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലെയർ മാറുന്നില്ല, ലെയറിലുള്ള ഒരു ഒബ്ജക്റ്റുകളും മാറുന്നില്ല. ആ മാസ്കിൻ്റെ ഷേപ്പ് മാത്രമേ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആനിമേറ്റ് ആയി മാറുന്നുള്ളൂ. ഇതുപോലെ തന്നെ മാസ്കിൻ്റെ ഒപ്പാസിറ്റി, ഫെദർ തുടങ്ങിയ വാല്യൂസ് നമുക്ക് ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. മാസ്കിൻ്റെ ഫെദറിലും കീ ഫ്രെയിം ആഡ് ചെയ്ത ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഫെദർ കൂട്ടി കൊടുക്കുകയോ കുറച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ആനിമേറ്റ് ആവും. ലെയറിൽ നിന്ന് മാസ്ക് റിമൂവ് ചെയ്യാനായി വെറുതെ ആ മാസ്ക് സെലക്ട് ചെയ്ത ശേഷം ജസ്റ്റ് ഡിലീറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ മാസ്ക് പോകുന്നതും ആ ലെയർ പഴയതുപോലെ നമുക്ക് വീണ്ടും കാണാവുന്നതുമാണ്. നമുക്കിനി വേറൊരു മാസ്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് വീണ്ടും വർക്ക് ചെയ്യാം. ഇത് സാധാരണ തരത്തിൽ മാസ്ക് അപ്ലൈ ചെയ്തു. നമുക്കിപ്പോൾ ഈ ഏരിയ മാത്രമാണ് വിസിബിൾ, മറ്റേ ഏരിയ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആക്കിയിരിക്കുകയാണ്. നമുക്ക് തിരിച്ച് കാണാം. അതിനായി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഇൻവേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ തിരിച്ചുള്ള എഫക്റ്റ് നമുക്ക് കാണാവുന്നതാണ്. അതായത് നമ്മൾ മാസ്ക് ചെയ്തിരിക്കുന്ന ഭാഗം ട്രാൻസ്പെറൻറ്റും ബാക്കിയുള്ള ഭാഗം വിസിബിളാവും. ഇപ്പോൾ ഇതിനുള്ളിൽ കൂടി കാണുന്നത് ഏറ്റവും അടിയിലുള്ള ലെയറാണ്. നമുക്കിവിടെ ഐ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഏറ്റവും അടിയിലുള്ള ലെയർ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് വിസിബിൾ ആവുന്ന വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു.